പഠിച്ചുകൊണ്ടിരുന്നപ്പോ പൊന്നാനിന്ന് കുറെ ആൾക്കാർ അവിടെ നിന്ന് ചാടി പോന്നിട്ടുണ്ട് അവിടത്തെ. അതായത് അപ്പൊ ഞാൻ ചോദിച്ചു, ലേഡീസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ ആദ്യം അവിടെ പോവാനിരുന്നത്, എന്തുകൊണ്ടാ പോന്നേന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞത് ഞങ്ങള് പീരീഡ്സ് ആണ് എങ്കില് അത് അവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുട്ടി പറയണേ? അപ്പൊ അവര് പറഞ്ഞ കാര്യമാണ്, എനിക്കറിയാം ഇത് പബ്ലിക്കായിട്ട് എല്ലാരും കേൾക്കും, പക്ഷെ അവര് പറഞ്ഞത് കാര്യം ഇങ്ങനെയാണ്. അതായത് നമ്മൾ പീരീഡ്സ് ആയ നമ്മൾ നുണ പറയുകയാണോ, നിസ്കരിക്കാനുള്ള മടി കൊണ്ട് പറയുകയാണോ, അതിന് വേണ്ടിയിട്ട് അത് അവരെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓടി, ഇവിടെ ഇങ്ങനെ പ്രശ്നമില്ല എന്നറിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നേ എന്ന് പറഞ്ഞു. അപ്പൊ അതായത് അവിടെ നിന്ന് പഠിച്ച, അപ്പൊ ഇവിടെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഓതനാണെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞേ ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു, എക്സാം ആവണേനൊക്കെ മുന്നേ ഞങ്ങൾ ഓടിപ്പോകുന്നു, അതൊരു ജയിലാണ്, അവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നമ്മൾക്കൊന്നും പറ്റൂല അവിടെ നിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അങ്ങനെ അപ്പൊ നമ്മുടെ കഥയുടെ ബാക്കി എന്നിട്ട് പിന്നെ എപ്പോഴാണ് നിങ്ങൾ പിരിയുന്നത്? പിരിയാനുണ്ടായ കാരണം ഇതുമായി കണക്ട് ചെയ്ത് വല്ലതാണോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നു? ഇതുമായിട്ടല്ല, അവർക്ക് വീട്ടുകാർക്ക് എന്നാ ഇഷ്ടല്ല, അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക്. അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വാപ്പ പറയണത് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യൂല. അത് നമുക്കറിയില്ലായിരുന്നു. അത് അവസാന ടൈം ആയി കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് അവര് പറയണേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. എന്നോട് വെയിറ്റ് ചെയ്യാനോ ഒന്നും പുള്ളി പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി, ഹോസ്പിറ്റലായി, ഞാൻ സൂയിസൈഡ് ചെയ്തു. എന്നിട്ട് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ വാപ്പ പറഞ്ഞു, ഇങ്ങനെ വീണതാണെന്നോ അങ്ങനെ മുറിഞ്ഞതാണോന്നോ നീ പറയണം ഹോസ്പിറ്റലില്, അല്ലാണ്ട് വേറൊന്നും പറയരുത്. അപ്പൊ സ്നേഹത്തോടുകൂടിയാ പറയണേ. ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ രീതി മാറും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോള് അങ്ങനെ പറയുന്നു കേട്ടോ, മോള് എന്റെ മോളെ പോലെ തന്നെയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞ്. അപ്പോ ഹോസ്പിറ്റലിൽ വെച്ചപ്പോ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചത്, നന്നായിട്ട് മുറിവുണ്ട്, അപ്പോ 5-6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ് നല്ല രീതിക്ക് മുറിഞ്ഞിട്ടുണ്ട്, പുറത്ത് നിൽക്കണ ഹസ്ബൻഡാണോ എന്ന് ചോദിച്ചപ്പോ അതേ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ഇപ്പൊ പറഞ്ഞോ, അവര് കാരണല്ലേ ചെയ്ത്, ഞങ്ങൾ ഇപ്പൊ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസിനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ശരി, എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂല, ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്താണ്, എനിക്ക് അവരെ പറയാൻ പറ്റൂല. കാരണം ഒരു സൈഡില് വാപ്പ പറഞ്ഞ് വിട്ടേക്കണം എന്റെ മോളെ പോലെയാണ്, അപ്പൊ നമ്മളൊരു ചാൻസ് അവിടെ കണ്ടു, എല്ലാം പൊറത്തിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ് നേരെ അവര്, ഞാൻ റെന്റിനാ താമസിക്കണേ, നേരെ അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി, രണ്ട് ടാറ്റാ ബൈബ് പറഞ്ഞ് അവര് പോയി. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലായി ഒഴിവാക്കണെയാണ്. അതായത് അവര് സപ്പോസ് നിങ്ങളന്ന് മരിച്ചുപോയെന്ന് വിചാരിച്ചോ, അതെ, ഇവിടെ എന്തായിരിക്കും നിങ്ങളെ കഥ ഇവിടെ പ്രചരിച്ചിട്ടുണ്ടാവും? നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? നിങ്ങൾ കേരള സ്റ്റോറിയാണ്, നിങ്ങൾ ലവ് ജിഹാദിന്റെ ഇരയാണെന്നല്ലേ ഇവിടെ വരാ. അതെ അതെ, നിങ്ങൾ ട്രാപ്ഡ് ആവുകയായിരുന്നു ഈ സാധനത്തിന്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ശരിക്കും നിങ്ങൾ പുള്ളിക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്, ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതേപോലുള്ള കല്യാണ തട്ടിപ്പെന്നെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഇതിൽ കേസ് കൊടുക്കേണ്ടി വരും. ഞാൻ സ്റ്റേഷനിൽ പോയായിരുന്നു, പുള്ളിനെ കാണാനുണ്ടായില്ല, കുറച്ച് ദിവസത്തേക്ക് കാണാനുണ്ടായില്ല. അപ്പൊ കാണാണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് ഫ്രണ്ട്സ് പറഞ്ഞു, അവനെ വീട്ടില് അവന് ലോക്കാണ്. ഈ ലോക്ക് എന്ന് പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ടല്ലോ. അപ്പൊ ലോക്കാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് വാപ്പ ഭയങ്കര കൊട്ടേഷൻ പോലത്തെ ആളാണ്, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്, അവരുടെ ഫാമിലി മൊത്തം ഇങ്ങനെയാണെന്ന് എനിക്കറിയാം നന്നായിട്ട്. അപ്പൊ ഞാൻ ഓർത്ത് ദൈവം ഇവനെ വിടാത്തതാണോ എന്നോർത്ത് ലോക്കാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് എങ്ങനെയില്ല, അവനെ ഓക്കെ അല്ല, അവനെ ഫോണിൽ വിളിക്കുമ്പോ അവൻ വേറെ എന്തൊക്കെയോ സംസാരിക്കണേന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് മെന്റലി വീക്കായി പോയിട്ടുണ്ടാവും, ആൾ അത്ര പാവമാണ്. അപ്പൊ ഇല്ലില്ല, ഡ്രഗ് ഒന്നും യൂസ് ചെയ്യില്ല. അതായത് എന്താ, പടച്ചോന ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുവന്ന് നടക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഫുൾ ടൈം നിസ്കാരം, അത് ഇത് എല്ലാം അങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഈ കുടുംബം എന്നൊക്കെ പറയുന്ന സാധനം സെക്കൻഡറി ആയിട്ട് മാറുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇസ്ലാമിൽ ഇതാണോ പഠിപ്പിക്കണേ? ഞാൻ ഓക്കെ ആയി, ഞാൻ ഇങ്ങനെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞേന് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞപ്പോ പോലീസുകാർ പറഞ്ഞു, ഇങ്ങനെ കഴിഞ്ഞാൽ നിർത്താൻ പറ്റൂല, നീ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളണം എന്ന് പറഞ്ഞ് ലാസ്റ്റ്. അതായത് സ്റ്റേഷനിൽ ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ടിരിക്കുന്നത് അവര് കാണുകയാണ്. അപ്പൊ അവര് വിളിപ്പിച്ചു വരുത്തി. ആദ്യം പാരന്റ്സ് പറഞ്ഞ് ഇവിടെ ഇല്ല അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ പോലീസുകാർ പറഞ്ഞ് മര്യാദക്ക് വന്നോ, ഇവിടെ ഇങ്ങനെ ഒരു പെൺകുട്ടി രാവിലെ തുടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടുകാരെല്ലാരും
എല്ലാരും ഒരു നടുക്ക് പുള്ളിനെ നിർത്തിക്കൊണ്ട് മൊത്തം പ്രൊട്ടക്ഷൻ പോലെ, ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങനെ നിന്നിട്ടാണ് സ്റ്റേഷനിൽ വന്നത്. സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോ അവര് ചോദിച്ചു, ഇവള് ഇസ്ലാമിലേക്ക് ആയത് നീ പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് സ്റ്റേഷനില് പോലീസുകാര് പറഞ്ഞു, നീ അങ്ങനെ ചോദിച്ചാണെങ്കിൽ ആന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, അവൻ ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടാണോ നീ ആയേ, നീ നിന്റെ ഇഷ്ടത്തിനല്ലേ ആയേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ആയേ, ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കാരണം എന്റെ വീട്ടിലല്ലേ കേറ്റൂലല്ലോ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെ ആയേന്ന് പറഞ്ഞപ്പോഴേക്കും മേമ്പ് പറഞ്ഞ് ഇത് വേണ്ട, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ തലയിറങ്ങി വീണ്, എന്റെ ബോധം പോയി. പിന്നെ ഞാൻ ആരെയും തിരിച്ചറിയാനുണ്ടായില്ല. അപ്പോ ഇതിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവര് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇവിടെ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ഓർമ്മയില്ലാത്ത എന്നെ വാപ്പ നേരെ കൊണ്ടുപോയിട്ട് ആ വാടക വീട്ടിൽ ഒറ്റക്ക് നിർത്തിയിട്ട് ഞാൻ അവിടെ തന്നെ താഴെ തറയിൽ കിടക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് വിളിച്ചു. അവിടെയുള്ള പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാ നമുക്ക് എങ്ങോടെങ്കിലും പോവാം. അങ്ങനെ ബോധമില്ലാണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അവര് ഞങ്ങളുടെ ബിൽഡിങ്ങിലുള്ള കുറച്ച് ആളുകൾ ചേർന്ന് എന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഞാൻ വെറുതെ തറയിൽ കിടക്കുവാണ്. അങ്ങനെ അവര് നേരെ അവരുടെ ബിൽഡിംഗ് ഓണറുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇവള് ഓക്കെ അല്ല, ഇവൾക്ക് എന്തോ മെന്റലി എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോ എന്റെ അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചൊരു 100 മീറ്റർ മാറിയിട്ട് ഇവൻ നിപ്പുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു, ഇത്രയും പേരെടുത്ത് ഇവരെല്ലാരും മുസ്ലിംസ് ആണ്, ഇവരൊക്കെ എല്ലായിടത്തും ഞാൻ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞു, അവനെ ഒന്ന് കണ്ടാ മതി എനിക്ക്, അവൻ എന്റെ മൂത്ത് നോക്കി പറയട്ടെ എന്നെ വേണ്ടാന്ന്, അങ്ങനെയാണെങ്കിൽ ഞാൻ പൊക്കോളാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ആയി പോകും എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോലും ഇവിടെ നിന്ന് അനങ്ങിയില്ല. അവരെല്ലാരും പറഞ്ഞു, നിങ്ങൾ മതം മാറിയത് അവർ ഇഷ്ടപ്പെടും വിചാരിച്ചിട്ടല്ലേ? ആര്? വീട്ടുകാര്. എന്താ അവര് ഇഷ്ടപ്പെടാഞ്ഞത്? നിങ്ങൾ മതം മാറിയിട്ടും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഒരു ഇതുണ്ട്, അതായത് അതായത് ഞാൻ പറയായിരുന്നു, അവനെ വളർത്തുമ്പോ അതായത് അവന്റെ സിസ്റ്ററിനെ നല്ല ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ കെട്ടിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നീ ഓർക്കും നിന്നെ അവർക്ക് ഇഷ്ടമാണെന്നാണ് നിന്റെ വിചാരം, പക്ഷെ അങ്ങനെയല്ല, നിന്നെ അറക്കാൻ ഇട്ടേക്കണ പോത്താണ് നീ. അതായത് നിന്നെ വെച്ചിട്ട് വേണം അവർക്ക് അടുത്ത ആളുകൾ, അതായത് കല്യാണം കഴിപ്പിച്ചിട്ട് ഇത്ര ഓർണമെന്റ്സ്, അവർക്ക് കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരാണ്. അപ്പോ അത് വേണം, അത് ഇവനറിയില്ല. ഇവന്റെ വിചാരം ഇവനെ ഭയങ്കര കാര്യമാണ് വീട്ടുകാർക്കെന്ന്. പക്ഷെ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നീ അങ്ങനെയല്ല, അവർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്, ഉമ്മാടെ പൊരുത്തമില്ലെങ്കിൽ ഞാന് സ്വർഗത്തിൽ പോവില്ല, ഇതാണ്. പിന്നെ ഫുള്ള് അവരുടെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, കെട്ടിയ ആളെ ഇങ്ങനെ ഒറ്റ വീട്ടില് ബോധമില്ലാണ്ട് അവസ്ഥയിൽ കൊണ്ടുവന്ന് ആക്കണം നിങ്ങളുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടാ? ആദ്യം ഭാര്യനെ ചേർത്ത് പിടിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളേ എന്ന് ഞാൻ ചോദിക്കുമ്പോ അതിന് ആൻസർ ഇല്ല, അതൊന്നും പറയൂല. അങ്ങനെ അവൻ പോയി. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും അവരുടെ ഇതിനകത്ത് പോണോന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഫുള്ള് ഇതിനകത്തേക്ക് വന്നിട്ട് ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളാണ്. കാരണം നമ്മൾ ആദ്യം കണ്ട ആൾക്കാരല്ല, പിന്നെ അവരൊക്കെ ഭയങ്കര ചേഞ്ചായി. പിന്നെ അതേപോലെ തന്നെ വീടിന്റെ അടുത്തുള്ള ആൾക്കാര് പട്ടിണി കിടക്കുമ്പോ മുസ്ലിങ്ങൾക്ക് മാത്രം സാധനങ്ങളൊക്കെ ഒരു പെരുന്നാൾ വന്നാലോ എന്തൊക്കെ കൊടുക്കൂലേ, അരിയും സാധനങ്ങളൊക്കെ കൊടുക്കൂലേ. അപ്പോ ഞാൻ നോക്കുമ്പോ അടുത്ത വീട്ടില് ആ സമയത്ത് ഞാൻ ഹിന്ദു ആയിരുന്നു. അടുത്ത വീട്ടില് അവര് പട്ടിണി കിടക്കുക, അവര് ഫുഡ് വെച്ചിട്ടില്ല. ഇവരിത്ര ഭയങ്കര കിച്ചൺ സാധനങ്ങളെ കൊണ്ട് മേളിൽ താമസിക്കുന്നവർക്ക് കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ എനിക്കറിയില്ല അത് മുസ്ലിങ്ങൾക്കോ അത്ര ചെയ്യുള്ളൂ, എനിക്കറിയില്ല. ഞാൻ ചേട്ടന്റെ വീഡിയോയില് കേട്ടപ്പോഴാണ്, അങ്ങനെ ഒരു സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റൂല എന്ന്. എനിക്ക് അങ്ങനെയുണ്ട് എന്നെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ എനിക്ക് നെഗറ്റീവ് അടിച്ചു. കാരണം ഇല്ലാത്ത ആൾക്കാർക്കല്ലേ കൊടുക്കണ്ടേ, പട്ടിണി കിടക്കുന്ന ആൾക്കാർക്കല്ലേ കൊടുക്കണ്ടേ, ഇതെന്താ ഇങ്ങനെ ചെയ്യണേ? ഇപ്പൊ സക്കാത്ത് ചെയ്യണാണെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ? അതേപോലെ എനിക്ക് പൈസ അന്ന് തന്നെന്ന് പറഞ്ഞില്ലേ, അത് എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത്, അതായത് ഞാൻ മെന്റലി ഓക്കെ അല്ലാത്ത സമയത്ത് എല്ലാവരോടും ആ തന്ന ആള് വിളിച്ചു പറഞ്ഞു ഞാൻ എത്ര പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന് ശേഷം ഓക്കെ ആയപ്പോ ഞാൻ ആലോചിച്ചു, ഈ എന്താ പറയാ, ഒരു കൈ കൊടുക്കണം മറു കൈ അറിയിരുന്നോ, അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ആലോചിച്ചു, ഇത് കൊടുത്തിട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഗുണാണുള്ളത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം, ഇനിയിപ്പോ ഇതെങ്ങനെയൊക്കെ സംഭവിച്ചു, നിങ്ങൾ മതം ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കാൻ തടസ്സമുണ്ടോ? ഉണ്ടോ? ഇല്ല.
ഇല്ല. അപ്പൊ അത് ചെയ്തുകൂടെ? ഈ നിങ്ങളൊരു മതത്തിലേക്ക് വന്ന സ്വമേധയാ ഇഷ്ടപ്പെട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. മതപരിവർത്തനം നിർബന്ധിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പോട്ടെ. പക്ഷേ ഇത് ഇങ്ങനെ ചതിയിൽ പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായല്ലോ നിങ്ങൾക്ക്. ഇതൊരു ചതിയിലാണ് നിങ്ങൾ പെട്ടത്. ഒരു പ്രണയം, അതില് അവരിലൂടെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. എന്നിട്ട് നിങ്ങൾ ആ ഇസ്ലാമിനെ ആ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ കല്യാണത്തിന് അത് ഗുണമാകുമെന്ന് കരുതി നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് മതം മാറുന്നു. അപ്പോൾ ആ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്നിട്ട് ആ സ്ഥലം അന്വേഷിച്ച് ചെന്ന് അവരുടെ സൗകര്യത്തിൽ, അവർ പറഞ്ഞ സൗകര്യത്തിൽ നിങ്ങൾ ചെല്ലുന്നു മഞ്ചേരിയിൽ. ഇതെല്ലാം നിങ്ങൾ സ്വമേധയാ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ മതം മാറുന്നു. മതം മാറുന്നത് ഈ ബന്ധത്തിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ്. എന്നിട്ട് ലാസ്റ്റ് അവർ നിങ്ങളെ ഇതേപോലെ സൈഡാക്കിയിട്ട് നിങ്ങളെ വിട്ടു. അപ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുമില്ല. പ്രണയിച്ച ആളും നിങ്ങളെ കൂടെ നിന്നില്ല. നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ വീഡിയോ 2 ആഴ്ചയായിട്ട് കണ്ടപ്പോൾ കാര്യങ്ങൾ കള്ളി വെളിച്ചത്ത് വരികയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാലോ. ഇതൊരു ട്രാപ്പല്ലേ ഇങ്ങനെ സംഭവിക്കാനുള്ള. അപ്പൊ ഇതിന്ന് നിങ്ങൾ ഇനി വരാനിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് കൊടുക്കാലോ. അപ്പോ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് പറയാം. ഒന്ന്, നിങ്ങൾ മതം ഉപേക്ഷിക്കുക, ഇത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഇത് കുഴപ്പം പിടിച്ച സാധനമാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറയാം. 2, നിങ്ങൾ അകപ്പെട്ട ആ ഒരു ട്രാപ്പ് അത് തുറന്നു പറയാലോ നിങ്ങൾക്ക്. അതായത് ഇതേപോലെ മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഇതേപോലെ പ്രണയമായിട്ട് വരുമ്പോൾ മതം മാറുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മതത്തെ കൂടുതൽ പരിചയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാരണം നിങ്ങൾ അവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ മാത്രമാണോ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ ജോലി സ്ഥലത്ത് മുസ്ലിം ഹിന്ദു ആയിട്ട് മുസ്ലിം അതെ. അത് ഞാൻ എന്റെ ഒരു കൂട്ടത്തില് ഞാൻ മാത്രമേ ഉള്ളൂ ഹിന്ദു ആയിട്ട്, ബാക്കി എല്ലാവരും മുസ്ലിംസ് ആണ്. അപ്പൊ ആ നിങ്ങളെ അവിടെ ബാക്കിയുണ്ടായിരുന്ന നിങ്ങളെ സുഹൃത്തുക്കളായിട്ട് തൊഴിലെടുക്കുന്ന ആളുകൾ എന്തിനാണ് അവിടെ മതപരിവർത്തനം അല്ലെങ്കിൽ മതത്തെ പരിചയപ്പെടുത്തുന്ന പണി എടുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഇതിനെ പേപ്പട്ടിമാന്ന് വിളിക്കണത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു സെറ്റിംഗിൽ ഏതെങ്കിലും ഹിന്ദു വന്നിട്ട് ഹിന്ദു മതത്തിനെ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ ഹിന്ദു ആക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കുമോ? ഇല്ല. ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട്, കുറെ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് ഈ മുസ്ലിങ്ങളാണ് ഇപ്പോ ഈ കേരളത്തില്. കാരണം ഈ ഒരു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചേട്ടാ, ഇപ്പൊ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ചൂടെടുത്ത് കഴിഞ്ഞപ്പോ എന്റെ ഷാള് മാറിപ്പോയി. ഷാള് താഴത്തേക്ക് വീണുപോയി. അപ്പൊ ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ വന്നിട്ട് സംസാരിച്ചു. ഇങ്ങനെ മുഖമൊക്കെ കയറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സംസാരം. അപ്പൊ ഞാൻ ആദ്യമേ കേട്ടത് ഇങ്ങനെ ചിരിക്കുന്നതിന് കൂലി എന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരുടെ നോക്കി ചിരിക്കും, പണ്ടേ നോക്കി ചിരിക്കും എല്ലാവരോടും. അപ്പൊ എല്ലാരും പറയും, നീ എന്തിനു നോക്കി ചിരിക്കണ, അയാൾ അറിയോ? ഞാൻ അല്ല അറിയൂല, ചിരിക്കാലോ എന്ന് പറയും. അപ്പോ ഞാൻ ഈ പുള്ളിക്കാരൻ വന്നു, ഞാൻ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോ പൈസ വണ്ടിയിലുള്ളിലാ, പുറത്താണ്. അപ്പൊ ഡോർ തുറന്ന് പുറത്ത് പോയി ക്യാഷ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ഷോൾ എടുത്ത് തലയിലിട്ടു. അപ്പോഴാണ് പുള്ളി ചിരിച്ചേ. പുള്ളി നമ്മുടെ കൂട്ടരാ, മനസ്സിലായോ? അപ്പോ വേറെ ആൾക്കാരോട് ആ ഒരു ഇതില്ല. അപ്പൊ ഞാൻ വേറെ എന്തോ ഇതാണെന്ന് വിചാരിച്ചിട്ട് ആ ചിരി അവിടെ വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഷോൾ ഇങ്ങനെ തലയിൽ ഇട്ട് കഴിഞ്ഞപ്പോ ഞാനൊന്നും ചിന്തിക്കാന്നാണ് അത് എടുത്തിട്ട് താഴെ പോയ ഷോൾ എടുത്ത് തലയിലിട്ടു. അപ്പൊ ഇങ്ങനെ എടുത്തിട്ടപ്പോ നമ്മുടെ കൂട്ടരായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ പറഞ്ഞു ഇങ്ങനെ പഴയ പേരെന്തായിരുന്നു? എന്റെ പഴയ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടുകാർക്ക് ഞാൻ എവിടെയാണെന്ന് അറിയില്ല. അപ്പോ അവര് പ്രശ്നം. പുതിയ പേരെന്താ? ഐഷ. നല്ല പേര്. അതുകൊണ്ട് മാത്രം നമ്മൾ ക്ഷമിച്ചു. ഇസ്ലാമിലെ ഒരു യുക്തിവാദിനി ഒരാളുണ്ട്, മുഹമ്മദ് നബീനെ മുഖത്ത് നോക്കിയിട്ട് ഉള്ളത് കാര്യം പറഞ്ഞിട്ട് അത് ആയിഷയാണ്. അതുകൊണ്ട് നമ്മൾ സമ്മതിക്കുന്നു. അപ്പൊ ഏതായാലും ഇത് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾ ഈ സാധനം കോൾ എന്തായാലും കട്ട് ചെയ്ത് വരുമ്പോഴേ നിങ്ങളൊന്നുകൂടി ഇന്ന് കേക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോഴും ആ ഒരു ട്രോമയിൽ കടന്നിട്ട് പോന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രോമയിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും പുറത്ത് കടന്നിട്ടില്ലേ? പുറത്ത് കിടക്കാന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിനും ഇതൊക്കെ തന്നെയാ. അതായത് അവിടെ തന്നെയാണോ ജോലി? അവിടെ തന്നെയാണ് ജോലി. അപ്പൊ ഇതൊക്കെ പറയുമ്പോ അവര് കേൾക്കൂലേ? കേക്കും. അപ്പൊ ജോലി പോകില്ലേ? ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ. ഇത് ഞാനല്ലടാ എന്ന് പറയേണ്ടി വരും. അത് ചേട്ടാ നോക്കണ്ട ഉണ്ണി, ഇത് ഞാനല്ല. അതെ, എനിക്ക് തോന്നുന്നു ഞാൻ പറയേണ്ടി വരും. അപ്പൊ അതായത് നമ്മളെ ഒറ്റപ്പെടുത്തും, ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തും. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നപ്പോ പോലും കൂടെ നിൽക്കാണ്ട് എന്നെ യതീംഖാനയിൽ കൊണ്ടാക്കാനാ നോക്കിയത്. ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ കേട്ടു.
ഇവളെന്നാ ഇവിടെ ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് എത്തിക്കാനേലാക്കാം, 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മെന്റലി അതിന്ന് പുറത്ത് ചാടി വന്നിട്ട് ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചത്. അതുവരെ എനിക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റണ്ടായിരുന്നില്ല. ഏതായാലും നിങ്ങൾ ഇവിടെ പറഞ്ഞ സാധനം സത്യത്തിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തെയൊക്കെ കുരുക്കുന്ന കാര്യമാണ്. ഇത് ആരെങ്കിലും കാര്യമായിട്ടൊക്കെ എടുത്താൽ, പ്രത്യേകിച്ച് നിങ്ങളെ പേര് പറഞ്ഞു, അപ്പൊ ഇത് അറിയാം, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ അവര് കേട്ട് കഴിഞ്ഞാൽ. അപ്പോ നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, നിങ്ങളെ ജോലി പോകാൻ സാധ്യതയുണ്ട് ഏറ്റവും മിനിമം. അതെ, ഞങ്ങള് മാറിയ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തില് വേറൊരു ഐശ ഉണ്ടായിരുന്നു. അവൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റൂല. അവിടെ എന്തോ എനിക്ക് അറിയില്ല, അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. RSSകാരാണ്, അവര് കൊല്ലും എന്ന് പറഞ്ഞോട്ട് അവിടെ തന്നെയാണ് ഇപ്പോ, ആ സ്ഥലത്ത് തന്നെയാണ്. വീട്ടിൽ പോകാൻ പറ്റാതെ ഇപ്പൊ 2 വർഷത്തോളം ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടതൊരു റീഹാബിലിറ്റേഷൻ ആണ്. അതിന് പറ്റിയൊരു സംഘടനയുണ്ട്, ഒരു ഹിന്ദു സംഘടനയാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. അവരുടെ ഒരു നമ്പർ ഞാൻ ഷെയർ ചെയ്യാം, അവരെ കോണ്ടാക്ട് ചെയ്യാം. ആളുടെ പേര് ശ്രുതി എന്നാണ്. അവര് ഈ കേരള സ്റ്റോറി മൂവിയിലൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ കഥയൊക്കെ വന്നിട്ടുള്ള. അപ്പോ ഞാൻ അവരുടെ നമ്പർ അയച്ചു തരാം. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കാര്യം നിങ്ങൾ അവിടെ അറിയിച്ച് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അവർ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്, ഇത് പ്രത്യേകിച്ച് പുറത്ത് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഞാൻ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അവരെ കോണ്ടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന്. എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവനിങ്ങനെ മലപ്പുറത്തുള്ളതാണ്. ഇത് ഫ്രണ്ട് ഒന്നും ഉണ്ടായ പോരാ, ഇത് നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷണൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സർവൈവ് ചെയ്യാൻ പാടില്ല. അവന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചേട്ടന്റെ വീഡിയോ ഞാൻ പറഞ്ഞു, ആരിഫ് ഹുസൈൻ അറിയോ എന്ന് ചോദിച്ചാൽ ആര്, അപ്പൊ നേരെ പൊട്ടാ നീരുന്ന് വീഡിയോസ് ഇരുന്ന് കാണാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോസ് അയച്ചു കൊടുത്തപ്പോ പറഞ്ഞു, ഇതെനിക്ക് പണ്ടേ അറിയാമായിരുന്നേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാൻ സൂപ്പർ. ഇത് ആര്യ വിദ്യാ സമാജം കേട്ടിട്ടുണ്ടോ? നിങ്ങളെ പോലുള്ള ട്രാപ്പിലാവുന്ന ഇതേപോലുള്ള ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ 100 കണക്കിന് ഇതേപോലുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആളുടെ നമ്പറാണ് ഞാൻ അയച്ചിരിക്കുന്നത്, മെസ്സേജിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ചെറിയ കാര്യമല്ല, നിങ്ങൾ സുരക്ഷിതമായിട്ട് ഇരിക്കണം, ഇല്ലെങ്കിൽ പണിയാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഞാൻ അയച്ചു തന്ന നമ്പർ ശ്രുതി എന്നാണ് ആളുടെ പേര്. ശ്രുതിയെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വീഡിയോസ് ഇടുമ്പോ നല്ലൊരു പേരിടുന്നു കേട്ടാ, ഇങ്ങനെ കുഴിയിലായ താത്ത അങ്ങനെ. കുഴിയിലായ താത്തയാണ്, കുഴിയിൽ വീണ താത്ത, അതന്നെയാണ്. അങ്ങനെ പറയരുത്. അല്ല, എനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്, അങ്ങനെ തന്നെയാണ് പറയുള്ളൂ. അങ്ങനെ തന്നെ പറയുള്ളൂ. നിങ്ങൾ മതം ഉപേക്ഷിക്കുന്നത് ഇവിടെ പബ്ലിക് ആക്കാൻ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് കുറെ ആളുകളെ ഇതേ ട്രാപ്പിൽ ആളുകൾ വീഴുന്നുണ്ട്. ഈ സാധനം ഈ ഒരു ലെവൽ ഇത്ര എന്താ പറയാ ബോധത്തോടുകൂടി പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് ഉള്ളവരാണെങ്കിൽ. ഞാൻ കൊറേ വീഡിയോസ് ചേട്ടനെ നോക്കി, ആരെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ ആയി പോവുമല്ലോ നമ്മളും. അതുകൊണ്ട് ഞാൻ കൊറേ നോക്കിയപ്പോ ആരെയും കണ്ടില്ല. പക്ഷെ ഈ ശ്രുതിയെ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പരാതി മാറും, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ ശ്രുതിനെ കോണ്ടാക്ട് ചെയ്യാൻ എത്രയും പെട്ടെന്ന്. ആര്യവിദ്യാ സമാജം, ആർഷവിദ്യാ സമാജം, ആർഷവിദ്യാ സമാജം, അതാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ അവര് അതിന്റെ കാര്യങ്ങൾ എന്താ ഹെൽപ്പ് ചെയ്യാന്ന് നോക്കാം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, ജോലി ഒരെണ്ണം വേറെ അന്വേഷിച്ചു തുടങ്ങിക്കോ അടിയന്തരമായിട്ട്. പിന്നെ ഇത് അതിനേക്കാളും 50 ലക്ഷത്തിന്റെ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിച്ച ഒരു താത്ത ഇവിടെ വിളിച്ചതിന്റെ പേരിൽ അവരെ പേരെ പറഞ്ഞു വിട്ടു. പിന്നെയാണ് അപ്പോ ഇസ്ലാമിന്റെ മുന്നിൽ ആ മതത്തിന്റെ ഇസ്സത്താണ് പ്രധാനം, അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും പണനഷ്ടോ മാനനഷ്ടോ ഒന്നുമല്ല. ഓക്കെ, അല്ലാതെ അവർക്ക് വേറെ ആളെ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ പണി നോക്കാം. ഏതായാലും ഇത് പബ്ലിക്കാണ്, ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നേരത്തെ കുട്ടി പറയാം. ഓക്കെ.